എന്താ അറിയാമോ? ഗ്യാസ്ട്രോയ്ക്കകത്ത് ഞാൻ കഴിഞ്ഞ സമയം കഴിഞ്ഞ ഈ നിമിഷം ഒരു 10 നിമിഷം മുമ്പ് പഠിച്ചെടുത്ത് ചോദ്യം ഉണ്ടായിരുന്നു. എന്താ അറിയാമോ? 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 എന്താ ആ നോട്ട് വെച്ചറിയാം? എന്തായിരിക്കും? എന്തായിരിക്കും ആ നോട്ട്സ് വായിച്ചറിയാം? ആർക്കും ഒന്നും മിസ്സാവില്ല. കൃത്യമായി റെക്കോർഡ് ക്ലാസ് നോട്ട്സ് പഠിക്കുക. ഇതായിരിക്കും ഒരു ചോദ്യമുണ്ട്. ഒരു എക്സാക്ട് ആയിട്ട് കേരള PSC എക്സാമിന് ചോദ്യമുണ്ട്. അറിയാം മാർക്കിട്ട് ഒംഫാസിലില്ല. ഒംഫാസിൽ മാത്രമല്ല. അറിയാം ആരെങ്കിലും ഞാൻ നോട്ട് വായിച്ചത് അറിയാൻ പറ്റും. ഫീറ്റൽ സ്റ്റേജിൽ ഡയഫ്രമിന്റെ ഓപ്പണിങ്ങിനെ പറയുന്ന പേരെന്താ? ഫീറ്റൽ സ്റ്റേജിൽ ഡയഫ്രത്തിന്റെ ഓപ്പണിങ്ങിനെ പറയുന്ന പേരെന്താണ്? അതാ ചോദ്യം. ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിന്റെ ഓപ്പണിങ്ങിനെ പറയുന്ന പേരെന്താ? ചോദ്യം വരും. എന്തായിരിക്കും? എനിവൺ? എന്തായിരിക്കും? ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിന്റെ ഓപ്പണിങ്ങിനെ പറയുന്ന പേരെന്താ? ഈ കഴിഞ്ഞ മണിക്കൂർ പഠിച്ച കാര്യമാണ്. ഈ കഴിഞ്ഞ മണിക്കൂർ പഠിപ്പിച്ചെന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ പലപ്പോഴും പറയാൻ പോലും അറിയില്ലേ? എന്തായിരിക്കും? ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിൽ വരുന്ന ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഓപ്പണിങ്ങിനെ പറഞ്ഞ ഫൊറാമൻ ഓഫ് ബൊഗ്ഡാലക്കല്ലേ? ഫൊറാമൻ ഓഫ് ബൊഗ്ഡാലക്കല്ലേ? ശരിയല്ലേ? ഫീറ്റൽ ലൈഫിൽ ഡയഫ്രം വരുന്ന ഓപ്പണിങ്ങിനെ പറഞ്ഞ പേര് ചോദിക്കും. ഡയഫ്രം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലോഷറിനെ വിളിക്കപ്പെടുന്ന ഫൊറാമൻ ഓഫ് ബൊഗ്ഡാലക്. മറക്കോ കാര്യം? ഫൊറാമൻ ബൊഗ്ഡാൽ മറക്കോ? ബൊഗ്ഡാൽ മറക്കോ? ഫൊറാമൻ ബൊഗ്ഡാൽ മറക്കോ? മറക്കരുത്. ഞാൻ എഴുതിയ നോട്ടും വായിച്ചല്ലോ. ഈ ക്ലാസ്സിൽ ആരെങ്കിലും ഞാൻ എഴുതിയ നോട്ട്സ് കിട്ടാൻ പറയട്ടോ. ആരും വായിച്ചത്? ആരെങ്കിലും ഇത് ബൊഗ്ഡാൽ വായിച്ചവരെങ്കിലും? എനിവൺ? ഒരാളെങ്കിലും ജസ്റ്റ് എനിവൺ വായിച്ചവരെങ്കിലും? യെസ്, വായിച്ചു. 5 വായിച്ചു. 5 വായിച്ചു. അറിയുന്നുണ്ടോ? 5, 6 വായിച്ചു. പറയുന്നുണ്ടോ? ദീപ്തി വായിച്ചു. അർഷീന വായിക്കും. നെക്സ്റ്റ് വായിച്ചു ആരെങ്കിലും? വായിക്കണം. രണ്ടും വായിക്കണം. ഫുള്ളും ഇംഗ്ലീഷിലും മലയാളത്തിലും. അവസാന നിമിഷം ഇംഗ്ലീഷിലും മലയാളത്തിലും ആരുതല്ലോ. എന്തുകൊണ്ട്? ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിന്റെ ഓപ്പണിംഗ് പറഞ്ഞ പേരെന്താ? ഇത് ഹെർണി കാരണം പറഞ്ഞ ഓപ്പണിംഗ് എന്താ? ഫീറ്റൽ ലൈഫിൽ ഡയഫ്രം നോക്കി എന്താ വിളിക്കാം? ബൊഗ്ഡാലക്. ഫൊറാമൻ ഓഫ് ബൊഗ്ഡാലക് മറക്കരുത്. ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിൽ വരുന്ന ഹെർണിയേഷനെ പറയുന്ന പേരെന്താ? ഫീറ്റസ് ലൈഫിൽ ഹെർണിയേഷൻ ഡയഫ്രത്തിൽ വന്നാൽ എന്ത് വിളിക്കാം? ഫീറ്റസ് ലൈഫിൽ ഹെർണിയേഷൻ ഡയഫ്രത്തിൽ വന്നാൽ എന്ത് വിളിക്കും? ചോദ്യം വരും. എക്സാക്റ്റ് ആയിട്ട് ചോദ്യം വരും. കഴിഞ്ഞ മണിക്കൂർ പഠിച്ചത് ബാക്കിയാണ്. ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിൽ ഓപ്പണിംഗ് വന്നാൽ, ഹെർണിയേഷൻ കാരണം ഓപ്പണിംഗ് വന്നാൽ എന്ത് വിളിക്കും? ഫൊറാമൻ ഓഫ് ബൊഗ്ഡാലക്. ചോദ്യം വരെ നടക്കരുത്. സോ ഇത് ഏറ്റവും അവസരം പിടിച്ചല്ലേ? ഏറ്റവും അവസാനം പഠിപ്പിച്ച കാര്യം ചോദ്യം കേട്ടോ. ഫീറ്റൽ ലൈഫിൽ ഈ പറഞ്ഞ ഫൊറാമനം വഴി വന്നത് വിളിക്കാം. ഡയഫ്രത്തിൽ ഓപ്പണിംഗ് ഉണ്ട്. നോർമൽ ക്ലോസ് ചെയ്യണ്ടേ? പക്ഷെ ക്ലോസ് ആവുന്നല്ലേ? നോർമലി ഒരു ക്ലോസർ വരുന്നില്ല. പക്ഷെ അബ്നോർമൽ ആയിട്ട് ഫീറ്റൽ ലൈഫിൽ ഡയഫ്രത്തിൽ ഓപ്പണിംഗ് വരുന്നു. ഹെർണിയേഷൻ വന്നാൽ എന്ത് വിളിക്കാം? നോർമൽ ആയിട്ട് ഡയഫ്രം ക്ലോസ് ആകണം. പക്ഷെ ഫീറ്റൽ ലൈഫിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു എന്ത് വരുന്നു? ഫൊറാമൻ ഓഫ് ബൊഗ്ഡാലക്. മറക്കരുത്, ചോദ്യം വരും. സോ നമ്മൾ സ്റ്റാർട്ടിംഗ് ക്ലാസ് ഏതാ? റെസ്പിറേറ്ററി അല്ലേ? നെക്സ്റ്റ് ക്ലാസ് ഏതാ? നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പീരീഡ് ഏതാ? റെസ്പിറേറ്ററി ആണ്. ഇത് പഠിക്കുക കേട്ടോ, ഓർമ്മിക്കരുത്, മറക്കരുത്. റെസ്പിറേറ്ററി
സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുങ്ങളുടെ റെസ്പിറേറ്ററി അസുഖം എന്തൊക്കെയാ? കുഞ്ഞുങ്ങളിൽ വരുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ എന്തൊക്കെയാ? കുഞ്ഞുങ്ങളിൽ വരുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ അറിയാം. ഏതാ? RDS ഗ്രൂപ്പ് ഉണ്ടല്ലേ. RDS ഗ്രൂപ്പ് ഒന്നും TB എന്നും പഠിക്കാറുണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ കൃത്യമായി ഒരു ഓർഡറിൽ പഠിക്കണം. RDS, ന്യൂമോണിയ, ഗ്രൂപ്പ്, അത് ഇത്, പനി, ജലദോഷം പഠിക്കാറുണ്ട്. പക്ഷെ ഓരോ കാര്യവും കൃത്യം ഓർഡറിൽ പഠിക്കണം. റെസ്പിറേറ്ററി ഡിസോർഡർ നമുക്ക് എപ്പോഴും 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യമാണ് കാര്യം, കുഞ്ഞുങ്ങളിൽ എപ്പോഴും പീഡിയാട്രിക്കിൽ എപ്പോഴും റെസ്പിറേറ്ററി ഡിസോർഡറിനെ 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? അക്യൂട്ട് എന്നും ക്രോണിക് എന്നല്ലേ. കുഞ്ഞുങ്ങളിൽ എപ്പോഴും റെസ്പിറേറ്ററി ഡിസോർഡർ എപ്പോഴും 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസോർഡർ എന്നും ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡർ എന്നും 2 കാറ്റഗറി ആയിട്ട് എപ്പോഴും കുഞ്ഞുങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അതല്ലേ ഫസ്റ്റ് കാര്യം. കുട്ടികളിലുള്ള റെസ്പിറേറ്ററി പ്രശ്നം പഠിക്കുമ്പോൾ ആദ്യം പറയേണ്ട 2 കാര്യമാണ്. അക്യൂട്ട് എന്ന് ക്രോണിക്കില്ലേ. ശരിയല്ലേ? കുഞ്ഞുങ്ങളുള്ള റെസ്പിറേറ്ററി ഡിസീസ് പഠിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം 2 കാര്യം അതാണ്. അക്യൂട്ട് എന്നും ക്രോണിക് എന്നും 2 ടൈപ്സ് ഉണ്ട്. ശരിയല്ലേ? ഇത്ര ക്ലിയർ? തുടക്കമാണ്. 5 ബ്രേക്ക് തന്നു. വീണ്ടും ഫ്രഷ് ആണോ? മൈൻഡ് ഫ്രഷ് ആണോ? ഞാൻ ഈ 5 മിനിറ്റ് പോയിട്ട് എന്തെന്നറിയാമോ? താഴെ പോയിട്ട് എന്തറിയാമോ? സ്കൂളൊക്കെ ഇല്ലേ? അപ്പൊ ഇത് കുട്ടികൾക്ക് കൊണ്ടുള്ള ബുക്കില്ലേ? സ്കൂളൊക്കെ ഇല്ലേ? അപ്പോ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇത് ബുക്സ് ഇല്ലേ? നോട്ട് ബുക്സ്, പെൻസിൽ, സ്കെയില്, റബ്ബർ, കട്ടർ. അറിയാമോ? റബ്ബർ, കട്ടർ, പെൻസിൽ അത് അടുക്കി വെച്ചോണ്ടിരിക്കേണ്ട. ഞാൻ 10 മിനിറ്റ് കൊണ്ട് താഴെ പോയിട്ട് ഈ വരുന്ന സ്കൂളൊക്കെ സമയത്ത് കുട്ടി കൊടുക്കാനുള്ള റബ്ബർ, കട്ടർ, പെൻസിൽ, ബുക്സ് അല്ലേ? നോട്ട് ബുക്സ് വരയുള്ളതും വരയിടാത്തതും 4 വര അടുക്കി അയച്ചുതരാം. ഫോട്ടോ അയച്ചത് ഉണ്ടോ? അറിയാമോ? 2 വര, 4 വര, 1 വരയില്ല അല്ലേ? വര ഉണ്ട്. 2 വര, 4 വര, പെൻസിലുണ്ട്, റബ്ബറുണ്ട്. അതൊരു ബോക്സ് അടിച്ച് മാറ്റിയ ആവശ്യമുണ്ട്. ഒരു ബോക്സ് ഇതേ നല്ല ബോക്സ് ആയിരുന്നു. അതാരുണ്ടെന്ന് അറിയാമോ? പേരെന്താണ്? ഒരു കോമിക്സ് ഉള്ളവരാ. പേരെന്താ? ടോമാഞ്ചേരുന്നല്ലേ? വേറെന്തോ? ചോട്ടാ ഭീം അറിയാമോ? ബോക്സ് കൊള്ളാണ്. ചോട്ടാ ഭീമിന്റെ ബോക്സിന്റെ സ്കെയിലും പെൻസിൽ റബ്ബറൊക്കെ ആണ്. അറിവ് വേണോ? അയച്ചത് എല്ലാം അയച്ചത് വേണം. പറ കേട്ടോ. കാണുന്നുണ്ടോ? ചോട്ടാ ഭീം പഠിക്കട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. സോ കുഞ്ഞുങ്ങളുടെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എപ്പോഴും 2 കാറ്റഗറി. ഞാൻ പറയുമ്പോ പഠിക്കേ. ABCD അല്ല, കുഞ്ഞല്ല, വലുതാണ്. 1, 2 കുഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ 3 പോകുന്നു, 4 റെസ്പിറേറ്ററി ഡിസോർഡർ ഉണ്ട്. കുഞ്ഞുങ്ങളിൽ എപ്പോഴും റെസ്പിറേറ്ററി ഡിസോർഡർ ഉണ്ട് 2 ടൈപ്പ്. ഏതൊക്കെയാ? അക്യൂട്ടും ക്രോണിക്കും. കുഞ്ഞുങ്ങളിൽ എപ്പോഴും റെസ്പിറേറ്ററി ഡിസോർഡർ എപ്പോഴും അക്യൂട്ട് എന്നും ക്രോണിക് എന്നും 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് നമുക്ക് ക്ലാസിഫിക്കേഷൻ. കുട്ടികളിലുള്ള റെസ്പിറേറ്ററി പ്രശ്നം എപ്പോഴും അക്യൂട്ടും ക്രോണിക്കും ഉണ്ട്. മറക്കല്ല കേട്ടോ. അക്യൂട്ട് എന്ന് പറയുമ്പോ ഡ്യൂറേഷൻ കൂടുതലാണോ? അക്യൂട്ട് മീൻസ് ഡ്യൂറേഷൻ കൂടുതലാണോ? കുഞ്ഞുങ്ങളിലെ കുറവല്ലേ? അറിയാം, കുറവാണല്ലേ? എന്താ കൂടുതലല്ലേ? അക്യൂട്ട് എന്ന് പറയുമ്പോ അസുഖം മാറ്റാൻ പറ്റുമോ? ഇവിടെ പറ്റിയോ? അസുഖം മാറ്റാൻ പറ്റില്ലോ? മാറ്റാൻ പറ്റും. പക്ഷെ ക്രോണിക് മാറ്റാൻ പറ്റില്ല അല്ലേ? സമയം താമസിക്കല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത
ഇത് കംപ്ലീറ്റ് ആയിട്ട് അസുഖം എന്താ ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖം ക്രോണിക് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖം ക്രോണിക് അല്ലേ? സോ അക്യൂട്ടും ദ ഷോർട്ട് ഡ്യൂറേഷനും ഉള്ള റെസ്പിറേറ്ററി പ്രശ്നം എന്താ? അക്യൂട്ടും ഷോർട്ട് ഡ്യൂറേഷനുമാണ്. പെട്ടെന്ന് വരികയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ ഇതൊക്കെയാ. അക്യൂട്ടും ഷോർട്ട് ഡ്യൂറേഷനുമാണ്. അക്യൂട്ടും ഷോർട്ട് ഡ്യൂറേഷനുമായിട്ട് പെട്ടെന്ന് വരികയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ റെസ്പിറേറ്ററി ഡിസീസ് വിളിക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് വിളിച്ചൂടെ ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയോ? ഇത്ര കിട്ടിയോ? ഇത്ര കിട്ടിയല്ലോ. യെസ്, അക്യൂട്ട് തന്നെ. അക്യൂട്ട് എത്ര ടൈപ്പ് ഉണ്ട്? അക്യൂട്ട് തന്നെ. അക്യൂട്ട് റെസ്പിറേറ്ററി 2 ടൈപ്പ് ഉണ്ട്. ഇനിയാണ് അങ്ങോട്ട് ചോദ്യങ്ങൾ. അക്യൂട്ട് തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസോർഡർ 2 ടൈപ്പ് ഉണ്ട്. എന്താണ്? അപ്പർ റെസ്പിറേറ്ററി ഉണ്ട്, ലോവർ ഉണ്ട് അല്ലേ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസോർഡർ തന്നെ അപ്പർ റെസ്പിറേറ്ററി ഉണ്ട്, ലോവർ ഉണ്ട്. അപ്പർ എവിടെയാണ്? മുകളിലെവിടെയാ? അപ്പർ എവിടെ? മുകളിലെവിടെ? എവിടെയാണെന്നത്? അപ്പർ എന്ന് പറയുമ്പോൾ എവിടെ വരും? അപ്പർ എവിടെ വരും? അപ്പർ റെസ്പിറേറ്ററി എവിടെ വരും? നോസ്, ലാരിങ്സ് എവിടെയാ? ചോദ്യം വരും. നോസ്, ലാരിങ്സ് എവിടെ വരും? നോസ്, ലാരിങ്സ്, വയർസ് അല്ലേ? അപ്പർ 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 അപ്പർ. കഴിഞ്ഞ എക്സാമിന് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസോർഡർ? കഴിഞ്ഞ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്, മറക്കരുത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഓർ ഡിസോർഡർ? കഴിഞ്ഞ എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. താഴെ പറഞ്ഞ ഇതാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഡിസോർഡർ ഏതാണ്? ചോദിച്ചാൽ പറയാൻ പറ്റുമോ എന്ന്? ഇപ്പൊ പറയാൻ പറ്റുമോ? ഇത് പഠിച്ചില്ലേ പറയാൻ പറ്റും? താഴെ പറയുന്നവൽ ഏതാണ് അപ്പറിലുള്ള റെസ്പിറേറ്ററി ഡിസോർഡർ? പറയാൻ പറ്റുമോ? നോക്കട്ടെ. പറ്റുമോ? ഏതൊക്കെ ഉണ്ട്? ചോദിക്കട്ടെ. ഇത് എപ്പിഗ്ലോട്ടൈറ്റിസ് അപ്പർ ആണോ ലോവർ ആണോ? ചോദിക്കട്ടെ. എപ്പിഗ്ലോട്ടൈറ്റിസ് അപ്പർ ആണോ ലോവർ ആണോ? കൺഫ്യൂഷൻ ആയി പോവും. എപ്പിഗ്ലോട്ടൈറ്റിസ് അപ്പർ ആണോ ലോവർ ആണോ? ആലോചിച്ച് പറഞ്ഞേ. എപ്പിഗ്ലോട്ടൈറ്റിസ് അപ്പർ ആണോ ലോവർ ആണോ? ആലോചിക്കുക. എപ്പി ലോവർ. തെറ്റിപ്പോ. എപ്പി എന്താ? ലോവർ ആണ്. തെറ്റിയില്ലേ? ഇപ്പൊ തെറ്റിയില്ലേ? ഒരു നിമിഷം തെറ്റിയില്ലേ? ഞാൻ ഓരോ കാര്യം എക്സാക്ട് പഠിപ്പിക്കും. പറയും. എപ്പിഗ്ലോട്ടൈറ്റിസ് അപ്പർ ആണോ ലോവർ ആണ്? ലോവർ ആണ്. അപ്പൊ നോക്കണ്ടേ എന്താണ് അപ്പർ ലോവർ പഠിക്കണ്ടേ? അപ്പൊ എന്താണ് ലോവർ വരുന്ന കാര്യവും എന്താണ് അപ്പറിൽ വരുന്ന കാര്യം കൃത്യമായി പഠിക്കണ്ടേ? വേണം. ഒരു നിമിഷം എപ്പിഗ്ലോട്ടൈറ്റിസ് കൊണ്ട് തന്നെ ഒരു മാർക്ക് പോയെങ്കിൽ അന്ന് പോകാം, ഇന്ന് പോയില്ല. ശരിയല്ലേ? അന്ന് പോയേക്കാം, പക്ഷെ ഇന്ന് പോയില്ല. അന്ന് പോകാമായിരുന്നു ഒരു മാർക്ക്, പക്ഷെ ഇന്ന് പോയില്ല. എപ്പിഗ്ലോട്ടൈറ്റിസ് അപ്പർ ആണോ ലോവർ ആണോ? ഇറ്റ് ഈസ് ലോവർ ആണ്. ലോവർ ആണ്. പഠിക്കേണ്ട കാര്യം അപ്പറും. പഠിക്കാം. അപ്പുറത്തേക്ക് ഉണ്ട്. സൈനസ് പറഞ്ഞ അപ്പർ അല്ലേ? സൈനസോട് അസുഖതൊക്കെയുണ്ട്. അപ്പർ റെസ്പിറേറ്ററി ഡിസോർഡർ സൈനസൈറ്റിസ് ഉണ്ടോ? ആൻഡ് സ്റ്റിഡർ ഉണ്ടോ? അപ്പറിൽ വരുന്ന അസുഖമായിട്ട് സ്റ്റിഡർ ഉണ്ടോ? ഉണ്ട്. ആൻഡ് കോമൺ കോൾഡ് ഉണ്ടോ? ഉണ്ട്. ഫാരിഞ്ചൈറ്റിസ് ഉണ്ടോ? അപ്പറിൽ വരുന്നതായിട്ട് ഫാരിഞ്ചൈറ്റിസ് ഉണ്ടോ? ഉണ്ട്.
ടോൺസിലൈറ്റിസ് ഉണ്ടോ? ഉണ്ട്. അഡിനോയിഡ്സ് ഉണ്ടോ? അഡിനോയിഡ്സ് ഉണ്ടോ? ഉണ്ട്. അപ്പറിൽ വരുന്ന ഡിസോർഡർ ഒക്കെയാ? സൈനസൈറ്റിസ് ഉണ്ട്, സ്റ്റിഡർ ഉണ്ട്, കോമൺ കോൾഡ് ഉണ്ട്, പിന്നെ ഫെറിഞ്ചൈറ്റിസും ടോൺസിലൈറ്റിസും അഡിനോയിഡ്സും ഇത്രയെല്ലാം അപ്പറിൽ വരുന്നതല്ലേ. ഇത് മാത്രം അപ്പറിലല്ലേ? സൈനസൈറ്റിസ്, സ്റ്റിഡർ, കോമൺ കോൾഡ്, ഫെറിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ്, അഡിനോയിഡ്സ് എല്ലാം അപ്പറിലല്ലേ? 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 ഇത്രയും സൈനസൈറ്റിസും സ്റ്റിഡറും കോമൺ കോൾഡും ഫെറിഞ്ചൈറ്റിസും ടോൺസിലൈറ്റിസും അഡിനോയിഡ്സ് ആണ്. ലോവറിൽ ഏതൊക്കെ വ്യക്തമായി പഠിക്കുക, അറിഞ്ഞുകൂടെങ്കിൽ വ്യക്തം. ലോവർ ഏതൊക്കെയാ? എപ്പിഗ്ലോട്ടൈറ്റിസ്. ഫസ്റ്റ് ഏതാ? എപ്പിഗ്ലോട്ടൈറ്റിസ് ഉണ്ടോ? എപ്പിഗ്ലോട്ടൈറ്റിസ് ലോവറിലോ അപ്പറിലാണോ? എപ്പിഗ്ലോട്ടൈറ്റിസ് ചോദ്യമാണ്. ഇതാണ് ചോദ്യം. കഴിഞ്ഞ എക്സാമിന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ചോദ്യം അന്ന് പഠിത കണ്ണുകണ്ടേ അറിയില്ലല്ലോ. ലോവർ ഞാൻ പറഞ്ഞില്ല, അറിയാൻ പറഞ്ഞു. ഇത് പറഞ്ഞില്ലെങ്കിൽ അറിയാൻ പറഞ്ഞു. എപ്പിഗ്ലോട്ടൈറ്റിസ് ലോവറിലാണോ അപ്പറിലാണോ എന്ന് പറഞ്ഞില്ലെങ്കിൽ അറിയില്ല. ഇല്ല. എപ്പിഗ്ലോട്ടിസ് എവിടെയാ? 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 ലോവർ റെസ്പിറേറ്ററി പാർട്ട് അല്ലേ? ലോവർ അല്ലേ? എപ്പിഗ്ലോട്ടൈറ്റിസ് ലോവറിലാണ്. ലാരിഞ്ചൈറ്റിസ് വന്നാലോ? ലാരിഞ്ചൈറ്റിസ് വന്നാൽ ലോവർ അല്ലേ? എപ്പിഗ്ലോട്ടൈറ്റിസ് ആയാലും ലാരിഞ്ചൈറ്റിസ് ലോവർ അല്ലേ? എപ്പിഗ്ലോട്ടൈറ്റിസും ലാരിഞ്ചൈറ്റിസ് ലോവർ അല്ലേ? എപ്പിഗ്ലോട്ടൈസും ലാരിഞ്ചൈറ്റിസ് അതുപോലെ തന്നെ ട്രക്കിയോ ബ്രോങ്കൈറ്റ്സ്, എപ്പിഗ്ലോട്ടൈറ്റിസും ലാരിഞ്ചൈറ്റിസും അതുപോലെ തന്നെ ട്രക്കിയോ ബ്രോങ്കൈറ്റ്സും ന്യൂമോണിയയുടെ ലോവറിലല്ലേ? ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലേ? ലോവർ ഇൻഫെക്ഷൻ പറഞ്ഞു അല്ലേ? 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 ട്രക്കിയുടെ ഓപ്പണിംഗ് തൊട്ട് ട്രക്കിയുടെ ഓപ്പണിംഗ് മുതൽ താഴോട്ടല്ല എന്താ? ലോവറല്ലേ? ട്രക്കിയുടെ ഓപ്പണിംഗ് മുതൽ താഴോട്ടല്ല ലോവറല്ലേ? ലോവറല്ലേ? മറക്കരുത്. ട്രക്കിയുടെ ഓപ്പണിംഗ് ലോവറല്ലേ? വ്യത്യാസം മനസ്സിലാവും. അപ്പറും ലോവറും അറിയാലോ. അക്യൂട്ട് ഡിസോർഡർ എന്തായിരിക്കും? നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലേ? അക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലേ? ട്രീറ്റ് ചെയ്യാൻ പറ്റും. പറ്റും. പറ്റില്ലേ? പറ്റില്ലേ? പറ്റുമോ? പറ്റും. അത് ക്രോണിക് ആണെങ്കിലും പറ്റൂലേ? പറ്റൂടെ? പറ്റും. പക്ഷെ എന്താ വ്യത്യാസം? എന്താ? ഡ്യൂറേഷൻ കൂടല്ലേ? ക്രോണിക് ആണെങ്കിൽ വ്യത്യാസം എന്താ? സമയമില്ല, പഠിക്കണം, സമയമില്ല. ഡ്യൂറേഷൻ കൂടല്ലേ ക്രോണിക് ആണെങ്കിൽ? ശരിയല്ലേ? ക്രോണിക് ആണ് എപ്പോഴും ഡ്യൂറേഷൻ കൂടല്ലേ? ഇത് പറഞ്ഞ പുറം വന്നു. ഇതൊക്കെ കഴിഞ്ഞ എക്സാം അല്ലേ? കഴിഞ്ഞ ഡി എം എക്സാം അല്ലേ? കഴിഞ്ഞ ഡി എം ഇല്ലേ? അറിയാൻ മറക്കില്ലേ? കഴിഞ്ഞ ഡി എം ഇല്ലേ? അറിയാൻ മറക്കില്ലേ? കഴിഞ്ഞ 2021 ഡി എം അറിയാമോ? അറിയാമോ? അവിടെ എനിക്കൊരു ഫേമസ് എന്തായിരിക്കും? ട്യൂബർക്ലോസസ്. എനിക്ക് കഴിഞ്ഞ ഡി എം ഇല്ലേ? കഴിഞ്ഞ ഡി എം ശേഷം ട്യൂബർക്ലോസസ് കഴിഞ്ഞ ഡി എം ട്യൂബർക്ലോസസ് അറിയാൻ മറക്കില്ലേ? 5 ഗുളിക ഒരു ദിവസം 5 നല്ല എന്താ ബ്രൈറ്റ് ഉള്ള അറിയാൻ മറക്കില്ല? 5 ഗുളിക കഴിക്കണം ഒരു ദിവസം. ഒരു വർഷം കഴിച്ചു. 5 ഗുളിക കഷ്ടപ്പെട്ട്. അത് കഴിച്ച സമയമോ? രാവിലെ കഴിക്കുക, ഉച്ച വരെ വെപ്രാളം, പരവേശം, പിന്നെ ക്ലാസ്. അറിയാൻ മറക്കില്ല? അറിയാമോ? അറിയാൻ മറക്കില്ല? കണ്ടുണ്ടാകില്ലേ? 5 ഗുളിക DB ഡ്രഗ്സ് 5 ഗുളികയുണ്ട്. പെടാപടോട്ടോ 5 ഗുളിക വെച്ച് ഒരു ദിവസം കണ്ടുണ്ടല്ലോ. കഴിക്കണം. അത് കഴിച്ചു കഴിയുമ്പോൾ രാവിലെ കഴിച്ചു വന്ന് വൊമിറ്റിങ്ങും, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, വെയിറ്റ് ലോസും. കഴിക്കും. ഹോസ്പിറ്റലിൽ പോകണം, പഠിപ്പിക്കണം. അയ്യോ പെടാപാടില്ലേ? അറിയുമ്പോ രാവിലെ പഠിപ്പിക്കില്ല. രാവിലെ
രാവിലെ പഠിപ്പിക്കാൻ പറ്റില്ല. രാവിലെ 10 മണിക്ക് എന്നറിയാമോ ഗുളിക വെച്ച ശേഷം എന്താണ് വോമിറ്റിംഗ് ഇല്ലേ? വോമിറ്റിംഗ് ഫുൾ വോമിറ്റിംഗ്. ട്യൂബർക്ലോസിസ് വന്നു പോയി. ഇപ്പൊ ഇല്ല കേട്ടോ. വന്നുപോയി. ഇപ്പൊ എല്ലാം പോയി. എങ്ങനെ വന്നറിയില്ല. എങ്ങനെ വന്ന് കാര്യം അറിയില്ല. ആ റീസൺ അറിയില്ല. ഞാൻ അധികം ഈ പറഞ്ഞ എന്റെ പുറത്ത് ഫുഡ് കഴിക്കാറില്ല. ഞാൻ അധികമല്ലേ ഈ പറഞ്ഞ പുറത്ത് ഫുഡ് കഴിക്കാറില്ല, അധികം വെള്ളം കുടിക്കാറില്ല. പക്ഷെ എങ്ങനെ വന്നു എനിക്ക് അറിയില്ല. പക്ഷെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും ഈ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇല്ലേ, ആൾക്കാർ കൊടുക്കുക, ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാറില്ലേ, ആൾക്കാർക്ക് ഇത് ഹോസ്പിറ്റൽ കൊടുക്കാൻ അറിയില്ലേ? ആ ചെയ്യാറുണ്ട്. അങ്ങനെ വന്ന് പോയി. അതോടെ പോയി. 5 പുലർച്ചയെല്ലാം പോയി. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. പോയി. സോ അവിടെയാണ് ചോദ്യം. അവിടെയാണ് ഞാൻ പറഞ്ഞ ലൈഫ് എക്സ്പീരിയൻസ് ചോദ്യം വരുന്നത്. ഇതിന്റെ ലോങ് ഡ്യൂറേഷനുള്ള റെസ്പിറേറ്ററി ഡിസീസ് ഒക്കെയാണ്. അവിടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ ഒരു ചോദ്യം വരുന്നത്. ലോങ് ഡ്യൂറേഷനുള്ള റെസ്പിറേറ്ററി ഡിസോർഡർ ഇതൊക്കെയാണ്. ആസ്മ ഒന്നല്ലേ? ആസ്മ ഒന്ന്. അതുപോലെ തന്നെ ടി ബി ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ ടി ബി ലോങ് ഡ്യൂറേഷൻ അല്ലേ? ലോങ് ഡ്യൂറേഷൻ അല്ലേ? ടി ബി ലോങ് ഡ്യൂറേഷൻ ആണ്. ആസ്മ ലോങ് ഡ്യൂറേഷൻ ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് 3 കാര്യം ലോവറിൽ വരുന്ന 3 കാര്യത്തൊക്കെയാ. ലോറാണോ പറഞ്ഞേ. ടി ബി, ആസ്മ, സിസ്റ്റിക്, ലോവർ അപ്പറാണോ പറഞ്ഞേ? ആസ്മ ലോവർ അല്ലേ? ആസ്മ, ടി ബി, സിസ്റ്റിക് ഫൈബ്രോസിസ് ലോവർ അല്ലേ? ലോവറിൽ എപ്പോ വരുന്നതാ? ടി ബി, ആസ്മ, സിസ്റ്റിക് ഫൈബ്രോസിസും ക്രോണിക് ഡിസോർഡേഴ്സ് ആണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വരികയും നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരികയും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അല്ലേ? പക്ഷെ ക്രോണിക് എന്താ? ലോങ് ഡ്യൂറേഷൻ വേണ്ടേ? ക്രോണിക് ലോങ് ഡ്യൂറേഷൻ വേണ്ടേ? സോ അക്യൂട്ട് എക്സാം ഏതൊക്കെയാ? അക്യൂട്ട് ആണെങ്കിൽ എക്സാം ഏതൊക്കെയാ? എക്സാമ്പിൾ പറഞ്ഞേ. ആസ്മ ഉണ്ടോ? ഇല്ല. ആസ്മ ലോങ് അല്ലേ? സൈനസൈറ്റിസ്, കോമൺ കോൾഡ് വരുന്നൊക്കെയാ? സൈനസൈറ്റിസും കോമൺ കോൾഡും ഏതൊക്കെയാ? സ്പീഡർ. ഫാരഞ്ചീസ് ഉണ്ടോ? യെസ്, എല്ലാം അക്യൂട്ടാണ്. ആസ്മ, ടി ബി എന്തൊക്കെയാ? ആസ്മയും ടി ബി എന്താ? ക്രോണിക് അല്ലേ? ആസ്മ, ടി ബി, സിസ്റ്റിക് ഫൈബ്രോസ് എന്തൊക്കെയാ? ക്രോണിക് ആണ്. 2 ക്ലാസ് കിട്ടിയോ? 2 ക്ലാസ് കിട്ടിയോ? കിട്ടിയോ? യെസ്, കിട്ടി. ഫസ്റ്റ് പഠിക്കാം. ഫസ്റ്റ് അക്യൂട്ട് പഠിക്കാം. അക്യൂട്ടും ക്രോണിക്കും റെസ്പിറേറ്ററി പ്രഷർ എന്ന് പറഞ്ഞു. അക്യൂട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അക്യൂട്ടിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ടോൺസിലൈറ്റിസ്. അക്യൂട്ടിനകത്ത് ഫസ്റ്റ് ഡിസോർഡർ ആണ് ടോൺസിലൈറ്റിസ്. പഠിക്കുന്ന കാര്യമെല്ലാം കുട്ടികളുടെ കാര്യമാണ്. അക്യൂട്ട് റെസ്പിറേറ്ററി എന്താ? ടോൺസിലൈറ്റിസ് ആണ്. ചോദ്യം വരെ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ? പലപ്പോഴും മറന്നുപോകും. പഠിച്ചിട്ടും മറന്നുപോകുന്ന കാര്യമാണ്. ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ? അക്യൂട്ട്. അത് ശരിക്കും പലപ്പോഴും പഠിക്കാൻ പോകുന്നില്ലേ? ടോൺസിലൈറ്റിസ് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് പോലും അറിയാതെ എക്സാം എഴുതും. പക്ഷെ ഇനി അങ്ങനെ വരാൻ പാടില്ല. ടോൺസിലൈറ്റിസ് എപ്പോഴും അക്യൂട്ട് ആണ്. ഇതായിരിക്കും അല്ലേ? അവിടെ വീട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ടോൺസിൽസ് ഉണ്ട്? ഞാൻ എന്ത് പഠിപ്പിച്ചാലും ചോദ്യമാണ്. ടോൺസിൽസ് എത്ര ഉണ്ട്? 1, 3, 5, 4, 6. 2 6 ടോൺസിൽ ഉണ്ട്. നമുക്ക് 6 ടോൺസിൽ 2 6 ഉണ്ട്. ഇതൊക്കെയാ 6 അറിയില്ല. 6 ടോൺസിൽ ഉണ്ട്.
നമുക്ക് 6 ടോൺസിൽസ് പ്രധാനമായിട്ടുണ്ട്. ഇതുവരെ പഠിക്കാത്തവർക്ക് പറയുകയാണ്, നമുക്ക് പ്രധാനമായിട്ടും 6 ടോൺസിൽസ് പ്രധാനമായിട്ടുണ്ട്. അറിയാമോ? ഞാൻ അറിയാമോ? പഠിപ്പിക്കുന്നവർക്കായാലും പഠിക്കുന്നവർക്കായാലും പഠിക്കാൻ പോകുന്നവർക്കായാലും അറിയാമോ? ഇല്ല. നമുക്ക് പ്രധാനമായിട്ടും 6 ടോൺസിൽസ് ഉണ്ട്. 6 ഏതൊക്കെയാ? 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 ഫസ്റ്റ് വൺ ഈസ് ഫെറിഞ്ചൽ ടോൺ. ഫെറിഞ്ചൽ ഫെറിഞ്ചൽ ഫോണിലോ ഓടിക്കോ? ഫെറിഞ്ചൽ ടോൺസ്. ഫസ്റ്റ് വൺ ഈസ് എന്താ? ഫസ്റ്റ് ഈസ് ഫെറിഞ്ചൽ ടോൺസ്. അല്ലെങ്കിൽ നമ്മൾ അതിൽ മറ്റെന്താ പറയുന്ന മറ്റൊരു പേരെന്താ? ഫെറിഞ്ച്. ഫസ്റ്റ് വൺ ഈസ് ഫെറിഞ്ചൽ. അല്ലെങ്കിൽ ഇത് വിളിക്കാം അഡിനോഡ് അല്ലേ? ഫെറിഞ്ചൽ അല്ലെങ്കിൽ അഡിനോഡ്. ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം ഫെറിഞ്ചൽ അല്ലെങ്കിൽ അഡിനോഡ് മനസ്സിലല്ലേ? അഡിനോഡ് അഡിനോഡ് അഡിനോഡ്. പക്ഷെ എക്സാമിന് ചോദിക്കും ലഷ്ക ടോൺസ് എന്നുണ്ടെങ്കിലും ലഷ്ക എക്സാം ഏതെങ്കിലും ലഷ്ക ടോൺസിൽ ഏതെങ്കിലും എക്സാം ലഷ്ക ടോൺസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആലോചിച്ച് നോക്കിയ. റിമെമ്പർ, ഒരു നിമിഷം ആലോചിച്ച് ഒരു നിമിഷം ആലോചിച്ച് എക്സാമിനകത്ത് ലഷ്ക ടോൺസിൽ ആരെങ്കിലും ഇതുവരെ എഴുതിയ എക്സാമിനകത്ത് ലഷ്ക ടോൺസിൽ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. മറക്കരുത്. ഫെറിഞ്ചൽ ടോൺസിന്റെ മറ്റു പേര് എന്തൊക്കെയാ? പഠിക്കുമ്പോൾ മറ്റു പേര് പഠിക്കണം. അഡിനോ ടോൺസ് അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽ. എക്സാമിന് ചോദ്യം വരും. ഫെറിഞ്ചൽ ടോൺസിൽസിന്റെ മറ്റു പേര് എന്തൊക്കെയാ? മറ്റു പേര് എന്തൊക്കെയാ? അഡിനോട്സ് അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽസ് എന്ന് വിളിക്കാം. ക്ലിയർ? എത്ര കിട്ടിയോ? ആ പേര് കിട്ടിയോ? പേര് 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 മാത്രം. ഫെറിഞ്ചൽ അല്ലെങ്കിൽ അഡിനോഡ് അല്ലെങ്കിൽ ലഷ്ക ടോൺസ്. പേര് മാത്രം. എന്താണെന്ന് പറയുന്നില്ല, പേര് മാത്രം. ലരിഞ്ചില്ലെങ്കിൽ അഡിനോഡ് അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽ മാത്രം കിട്ടിയോ? പേര് കിട്ടിയോ? ഇനി പേര് കിട്ടിയെങ്കിൽ എന്താണ് സംഭവം? എത്ര എണ്ണം ഉണ്ട്? ആ ഒരു പിക്ചർ കാണാമോ? ആ ഒരു പിക്ചർ കാണാമോ? കാണാമോ സ്ക്രീനിൽ? ഏകി പറഞ്ഞ് അഡിനോ എത്ര ഉണ്ട്? അഡിനോ എത്ര ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ. പിക്ചറിൽ കാണുമ്പോൾ അഡിനോ എത്ര ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ഒന്നല്ലേ ഉള്ളൂ. ഒന്നല്ലേ ഉള്ളൂ. ഒന്ന്. ഒരെണ്ണം. ഒന്ന്. ഒന്ന്. ഒന്ന് പറയരുതേ, മഴയാണ്. യെസ്. ഫരിഞ്ചസിന്റെ ഫാരിങ്സിന്റെ റൂഫിൽ കാണുന്ന ടോൺസ് ഏതാ? ഫാരിങ്സിന്റെ റൂഫിൽ കാണപ്പെടുന്ന ടോൺസ് ഏതാ? ആ ഒരു പിക്ചർ വെച്ചിട്ട് ഫാരിങ്സിന്റെ റൂഫിൽ കാണപ്പെടുന്ന ടോൺസ് ഏതാ? ആ ഒരു പിക്ചർ വെച്ച് പറയാം. ഫാരിങ്സിന്റെ റൂഫിൽ കാണപ്പെടുന്ന ടോൺസ് ഏതാ? അഡിനോഡ് അല്ലെങ്കിൽ ഫെറിഞ്ചൽ അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽ. അഡിനോഡ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ അല്ലെങ്കിൽ ലഷ്ക അല്ലേ? ഫാരിങ്സിന്റെ റൂഫിൽ. അവർ പടത്തിൽ കാണാം. ഫാരിങ്സിന്റെ റൂഫ് മുകൾ ഭാഗത്തല്ലേ? ഫാരിങ്സിന്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ടോൺസ് ഏതാ? അഡിനോഡ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽ എന്ന് വിളിക്കാം. എത്ര എണ്ണം ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു പിക്ചർ നോക്കിയേ. പിക്ചർ നോക്കിയേ. ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു പിക്ചറിൽ ഒന്നല്ലേ ഉള്ളൂ. ഒരെണ്ണം മാത്രം. ഫെറിഞ്ചൽ ടോൺസ് അല്ലെങ്കിൽ അഡിനോഡ് അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഫാരിങ്സിന്റെ റൂഫിൽ കാണപ്പെടുന്ന ടോൺസിൽ എപ്പോഴും ഫെറിഞ്ചൽ ടോൺസ് അല്ലെങ്കിൽ അഡിനോഡ്സ് അല്ലെങ്കിൽ ലഷ്ക ടോൺസ് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടോൺസ് ക്ലിയർ. അക്യൂട്ടാണ് ക്രോണിക് പറയുന്നത്. അച്ഛക്കട്ടെ. അക്യൂട്ട് ക്രോണിക് അല്ലേ? അക്യൂട്ട് അല്ലേ? അക്യൂട്ട് അല്ലേ? അത് പറഞ്ഞോ. നാളെ മീറ്റിംഗ് പറ്റൂടെ? നാളെ മീറ്റിംഗ് കഴിക്കുന്നില്ല. ഒന്നും മഴയാ. ഉടനകത്ത് താമസിക്കും. ഇല്ല ഇല്ല ഇല്ല. നാളെ ഇല്ല. ഇവിടെ നിന്ന് മഴയത്ത് ഞങ്ങൾ താമസിക്കും. ഒരു ട്യൂബ് ബ്രേക്ക് വരും.
10 രൂപയൊക്കെ വരും. 10 രൂപയൊക്കെ വരും. 10 രൂപ വരും. 10-20. 10-20. കേരള നഴ്സിംഗ് കൗൺസിലൊക്കെ. കേരള നഴ്സിംഗ് കൗൺസിലില്ലേ? 10 രൂപ. 10 രൂപ വരെ. 10 രൂപ വരെ. 10 രൂപ വരെ. ഇപ്പൊ ലെഫ്റ്റ് ആവണ്ട കണ്ടിന്യൂ ഇവിടെയൊക്കെ. ഇല്ല പറ്റില്ല. നാളെ പറ്റില്ല. നീ വന്നേ ഉള്ളു. ഈ കോട്ടയത്തൊക്കെ വന്നേ ഉള്ളു. ഇല്ല പറ്റില്ല. നാളത്തെ മീറ്റിംഗ് പറ്റില്ല. എത്ര എമർജൻസി ആയാലും പറ്റില്ല. ഇപ്പൊ ക്ലാസ് ഉണ്ട്. റിപ്പോർട്ട് കൊടുത്തു അടിക്കാൻ പറ്റില്ല. ഇപ്പൊ റിപ്പോർട്ട് ഇപ്പൊ ഇമെയിൽ അയച്ചത് കേട്ടോ. Stadium. So the ഫാരങ്സിന്റെ റൂഫിൽ വരുന്ന ടോൺസിൽസിനെ പറയുന്നത് എന്താ? ഫാരങ്സിന്റെ റൂഫിൽ വരുന്ന ടോൺസിൽസിനെ പറയുന്നത് എന്താ? എന്ത് പഠിക്കാം? ഫാരങ്സിന്റെ റൂഫിൽ വരുന്ന ടോൺസിൽസിനെ പറയുന്ന പേരെന്താ? വിളിക്കാം. അറിഞ്ഞൂടല്ലെങ്കിൽ
ഇത് ലഷ്കല്ലേ? അറിയണമെങ്കിൽ ഇത് ലഷ്കല്ലേ പറഞ്ഞേ. ഫാരിങ്സിന്റെ റൂഫിൽ വരുന്ന ടോൺസിൽസിനെ പറയുന്ന പേരെന്താ? അപ്പർ ഭാഗത്ത് എന്ത് വിളിക്കാം? ചോദ്യം വരും. ഫാരിങ്സിന്റെ റൂഫ് ഭാഗത്ത് അതിന് വേണമെങ്കിൽ ലഷ്കല്ലേ? ചോദ്യം വരും. ഫാരിങ്സിന്റെ റൂഫിൽ കാണുന്ന ടോൺസ് എന്താ? ഫാരിങ്സിൽ റൂഫിൽ കാണാം. റൂഫ് മുകൾ ഭാഗത്ത് എന്താ? ഫാരിഞ്ചില്ലെങ്കിൽ ലഷ്ക. കിട്ടിയോ? കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? ഫസ്റ്റ് ക്ലിയർ. സെക്കൻഡ് ടൈപ്പ് ഏതാ? ട്യൂബുലർ അല്ലെങ്കിൽ ട്യൂബുലർ എവിടെ കാണും? ട്യൂബുലർ എവിടെ കാണും? നോക്കിയടേ, എപ്പിസോഡ് നോക്കിയടേ. നോക്കിയടേ, ട്യൂബുലർ അറിയില്ലല്ലോ, എവിടെ കാണും? കാണുമാണെങ്കിലും എത്ര എണ്ണം ഉണ്ട് ആ ഒരു പിക്ചറിനകത്ത്? ട്യൂബുലർ ടോൺസിൽസ് എത്രയുണ്ട്? ഒന്നാണോ രണ്ടാണോ? ട്യൂബുലർ ടോൺസിൽ ഒന്നാണോ രണ്ടാണോ? ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധയോടെ നോക്കുക. ഒരെണ്ണമാണോ രണ്ടാണോ? സെക്കൻഡ് ടൈപ്പായ ട്യൂബുലർ ടോൺസിൽ ഒന്നാണോ രണ്ടാണോ? രണ്ടുണ്ടോ? രണ്ട് സൈഡ് ഭാഗത്തായിട്ട് കാണുന്നുണ്ടോ? ആ ഒരു പിക്ചറിനകത്ത് രണ്ട് സൈഡുമായിട്ട് രണ്ട് ട്യൂബുലർ ടോൺസ് ഉണ്ടോ? നോക്കിയതല്ലേ? നോക്കിയടേ, ഉണ്ട്, രണ്ടുണ്ട്. നേരത്തെ പറഞ്ഞെന്താ? ഫാരിങ്സിന്റെ ഏറ്റവും இந்த അപ്പർ പാർട്ട് കാണുന്നവരാ? ഫാരിങ്സിന്റെ അപ്പർ പാർട്ട് കാണുന്ന റൂഫിൽ കാണപ്പെടുന്നവരാ? ഫാരിങ്സിന്റെ അപ്പർ പാർട്ടിൽ റൂഫിൽ കാണപ്പെടുന്നവരാ? അഡിനോഡാണോ ട്യൂബുലർ ആണോ? അഡിനോഡ അല്ലേ? ഫാരിങ്സിന്റെ സൈഡ് ഭാഗത്ത് രണ്ട് സൈഡിൽ കാണും. ട്യൂബുലർ ഉണ്ടോ? രണ്ട് സൈഡിൽ ട്യൂബുലർ ഉണ്ടോ? ട്യൂബുലർ ടോൺസ് എത്രയാണ്? ചോദ്യം വരും. ട്യൂബുലർ ടോൺസ് എത്രയാണ്? രണ്ടല്ലേ? രണ്ടുണ്ട്. രണ്ട് ടൈപ്പ് ആയില്ലേ? ട്യൂബുലർ എപ്പോഴും രണ്ട് ടൈപ്സ് ആണുള്ളത്. ട്യൂബുലർ ടോൺസ് എപ്പോഴും രണ്ട് ടൈപ്സ് ആണുള്ളത്. ഇനി അടുത്തതാ. ആൻഡ് there is എവിടെയെങ്കിലും പാലറ്റിൻ ഉണ്ട്. പാലറ്റിൻ ടോൺസിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പാലറ്റിൻ ടോൺസ് അല്ലെങ്കിൽ ഫൗസിൽ ടോൺസിൽ, എവിടെയെങ്കിലും പാലറ്റിൻ ടോൺസ് അല്ലെങ്കിൽ ഫൗസിൽ ടോൺസ് ഉണ്ടെങ്കിൽ തേർഡ് ടൈപ്പ് ഇസ് പാലറ്റിൻ അല്ലെങ്കിൽ ഫൗസിൽ. മറക്ക, ചോദ്യം വരും. എത്രയുണ്ട്? അറിയ എത്രയുണ്ട്? എത്രയുണ്ട്? നോക്കി. അടുത്ത മൂന്ന് ടൈപ്പാണ് പാലറ്റിൻ അല്ലെങ്കിൽ ഫൗസിൽ ടോൺസ് പറയുമ്പോ രണ്ടാണല്ലേ? ഇത് എവിടെ കാണും? പാലറ്റിൻ അല്ലെങ്കിൽ ഫൗസിൽ ടോൺസ് എന്ന് പറയുമ്പോൾ എവിടെ കാണും? ഓറോ ഫാരിങ്സിലാണ്. ആ ഒരു പടം നോക്കി അറിയാം. ഓറോ ഫാരിങ്സിന്റെ രണ്ട് സൈഡിലാണോ? ഫാരിങ്സ് അല്ല, ഓറോ ഫാരിങ്സ് ആണ്. ഓറോ ഫാരിങ്സിന്റെ രണ്ട് സൈഡിൽ കാണപ്പെടുന്ന ടോൺസിലെ പറഞ്ഞ പേരെന്താ? ഓറോ ഫാരിങ്സിന്റെ രണ്ട് സൈഡിൽ കാണപ്പെടുന്ന ടോൺസിലെ പറഞ്ഞ പേരെന്താ? ഫൗസ് അല്ലെങ്കിൽ പാലറ്റീൻ. ഫൗസ് അല്ലെങ്കിൽ പാലറ്റീൻ ടോൺസ് എന്ന് വിളിക്കാം. മറക്കോ? ഫൗസ് അല്ലെങ്കിൽ പാലറ്റീൻ വിളിക്കും, മറക്കരുത്. ഓരോ ഫാരിങ്സിന്റെ രണ്ട് സൈഡ് ഭാഗത്തും കാണപ്പെടുന്ന ടോൺസിൽ നിന്ന് വിളിക്കാം പാലറ്റീൻ അല്ലെങ്കിൽ ഫൗസ് വിളിക്കാം. ക്ലിയർ? ഫസ്റ്റ് കിട്ടിയോ? കിട്ടി എങ്കിൽ ഫാരിങ്സിന്റെ റൂഫിലാരാ? ആ ഒരു പടത്തിൽ ഫാരിങ്സ് റൂഫിലാരാ? ആ ഒരു പിക്ചറിനകത്ത് ഫാരിങ്സ് റൂഫിലാരാ? അഡിനോഡ് അല്ലെങ്കിൽ ലഷ്കാണോ? ലഷ്കാണ് അല്ലേ? ലഷ്ക. സെക്കൻഡ് ടൈപ്പ്
ദ ട്യൂബുലർ. ട്യൂബുലർ ഫാരിങ്സിന്റെ നേരെ സെൻട്രൽ ആരറിയും? ഇത്രയുണ്ട്, ഇത്രയുണ്ട്. ഇത്രയുണ്ട്, ഇത്രയുണ്ട്, ഇത്രയുണ്ട്. പറഞ്ഞ ട്യൂബ് എത്രയുണ്ട്? ട്യൂബ് എത്രയുണ്ട്? ഒന്നാണ്, രണ്ടാണോ? ട്യൂബുലർ രണ്ടെണ്ണം. രണ്ടെണ്ണം. പേരെന്താ? പേരെന്താ? ട്യൂബുലർ അല്ലേ? രണ്ടെണ്ണം. 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 ആന്ത പാരറ്റ് എത്രയുണ്ട്? എത്രയുണ്ട്? രണ്ടെണ്ണം. രണ്ടെണ്ണം. എവിടെ കാണും? എവിടെ കാണും? ചോദിതാണ്. ദ പാരറ്റിൻ ടോസിൽ എവിടെ കാണും? എവിടെ കാണും? ഓരോ ഫാരിങ്സിലെ ഓരോ ഫാരിങ്സിൽ രണ്ട് സൈഡ് ഭാഗത്തും ഓരോ ഫാരിങ്സിന്റെ സൈഡ് ഭാഗത്ത് കാണുന്ന പാരറ്റിൻ. ഓരോ ഫാരിങ്സിന്റെ രണ്ട് സൈഡ് ഭാഗത്തും കാണപ്പെടുന്ന പാലറ്റീൻ. പാലറ്റീൻ മറക്കരുത്. ഫസ്റ്റ് മൂന്നത്തെ കിട്ടിയോ? എല്ലാവർക്കും ഫസ്റ്റ് 3 ടൈപ്സും കിട്ടിയോ? കമന്റ് ചെയ്യുക കുഞ്ഞെ. തല തിരിക്കുന്നതും തല താഴ്ത്തതും കാണുന്നുണ്ടേ. താൻ ആ ഫാനിട്ടെ, താൻ ആ ഫാനിട്ടെ, കാണാനിരിക്കും. ആരോടറിയാമോ? താൻ ആ ഫാനിട്ടെ. പിന്നെ തന്റെ തൊട്ട് മുകളിൽ ഫാനിട്ടെ, തന്റെ തൊട്ട് മുകളിൽ ഫാനിട്ടെ. ക്യാമറ ഓണല്ലേ? തന്റെ തൊട്ട് മുകളിലുള്ള ഫാൻ ഓൺ ചെയ്ത് താഴ്ന്ന് തിരിഞ്ഞും മറിഞ്ഞും കാണാൻ. ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. ഇത് ചോദിക്കുള്ളൂ. താനെ ഇരുന്ന് തല തിരിഞ്ഞും മറിഞ്ഞും എന്ത് ചെയ്യും? ഈ ഒന്നും ഇത് പഠിക്കട്ടോ കുഞ്ഞെ. ആ ഫാനിട്ടെ, ഫാനിട്ട് കടന്നിട്ടെ ഫോൺ വെച്ച് സൈഡ് വെച്ച് ഉറങ്ങിക്കട്ടോ. ഫാനൊക്കെ ഇട്ടിട്ട് തിരിഞ്ഞിരുന്നു ഉറങ്ങിക്കും കേട്ടോ. പാവ എന്നറിയാം. ഫാൻ ഓഫ് ഇട്ടുണ്ട്, ഫാൻ ഓഫ് ഇട്ടുണ്ട്. കാണാം, ഫാൻ ഓഫ് കാണാം. ഫാൻ ഓഫ് ആണ് എന്നറിയുമോ? ഫാനിട്ട് ഉറക്കം വരില്ലേ? ഫാനിട്ട് ഉറക്കം വരില്ലേ? ഫാനിട്ട് ഉറക്കം വരില്ലേ? ഉറക്കം വരും. ഞാൻ ഫാൻ ഓഫ് ആണ്, പഠിക്കുകയാണ്. പക്ഷെ ഇരുന്നിരുന്ന ചെയ്തു 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 ഞാൻ കണ്ടു കണ്ടു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സോറി വേണ്ടേ പോലും. ഇത് വരില്ലേ? എല്ലാവർക്കും പറ്റില്ലേ? സോറി ആവശ്യം കേട്ടോ. ഇത് വരില്ല എല്ലാവർക്കും. രാവിലെ തൊട്ട് ജോലി കഴിഞ്ഞില്ലേ? രാവിലെ പോയിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണം വരില്ലേ? രാവിലെ ജോലിക്ക് പോയിട്ട് വന്ന ശേഷം ക്ഷീണം വരില്ലേ? രാവിലെ ആഹാരം ഉണ്ടാക്കണം, ജോലിക്ക് പോകണം, എല്ലാം നോക്കിയിട്ടില്ലേ? എക്സ്പെഷ്യലി കുട്ടികൾ നോക്കി ക്ഷീണം വരില്ലേ? ക്ഷീണം വരില്ലേ? രാവിലെ ജോലിക്ക് പോകണം, കുട്ടികൾ നോക്കണം, ആഹാരം ഉണ്ടാക്കണം, എല്ലാം നോക്കണം. ശേഷം ഈവനിങ് ആകുമ്പോൾ ഉറക്കം വരില്ലേ? കുറ്റമല്ലത്, തെറ്റല്ല. ഉറപ്പായും വരും, ഉറപ്പായും വരും. തോൽപ്പിക്കണ്ടേ? തോൽപ്പിക്കണ്ടേനെ, തോൽപ്പിക്കണ്ടേനെ, തോൽപ്പിക്കണ്ടേ? വേണം. കോൾഡാണ്, തണുപ്പാണ്, മഴയാണ്, ചുമയാണ്, തുമ്മലാണ്. തോൽപ്പിക്കണ്ടേ? തോൽപ്പിക്കാണ്ട്. ഞാൻ വെറുതെ ഈ 8 മണി ഇരിക്കുന്നില്ലേ? 8 8 7 8 7 8 7 ഇരിക്കുന്നത്? എനിക്കറിയില്ല. 8 അല്ലേ?
8. അതെനിക്കും അറിയില്ല, സമയമില്ലേ? ഞാൻ വരുമ്പോഴേ സമയം അറിയില്ല. 8 ആണോ 7? എനിക്കറിയില്ല, ഓർമ്മയില്ല. എന്താ, ഞാൻ മറന്നു പോകും എന്നറിയുമോ? അങ്ങനെയാണ്, എനിക്ക് മറന്നു പോകും എന്നറിയുമോ? ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ എല്ലാം ചുറ്റുമറക്കില്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്താലും എല്ലാം മറക്കില്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്താലും നമ്മൾ ചുറ്റും മറക്കും. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്താലും നമുക്ക് ചുറ്റുപാട് മറക്കും. ഞാൻ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്, ആ ചോദ്യം വരും. ഓക്കെ, ഞാൻ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്, ചോദ്യം ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് 8 മണി 9 മണി 10 സ്റ്റോപ്പില്ല കേട്ടോ. പഠിക്കൂ, പഠിച്ച് പാസ്സാവും. പഠിച്ച് പാസ്സായ ശേഷം സാർ ഞാൻ പഠിച്ചിങ്ങനെയാണ്, ഒരു ചെറിയ വീഡിയോ, 5 വീഡിയോ മറക്കരുത്. അന്ന് ഹസ്ബൻഡ് പറഞ്ഞ് വേണ്ട, ജോലി കിട്ടിയല്ലോ, വേണ്ട, ജോലി കിട്ടിയല്ലോ, ഇടരുത്. പറയോ, ജോലി കിട്ടി, നീ ഇടരുത് വീഡിയോ. പറയോ, പറയരുത്. ഫാരിങ്സിൽ റൂഫിൽ കാണപ്പെടുന്ന ടോൺസ് ഏതാ? ഫാരിങ്സിൽ റൂഫിൽ കാണപ്പെടുന്ന ടോൺസ് ഏതാ? പറയരുതേ, മറക്കരുതേ. അഡിനോഡ് അല്ലേ? അഡിനോഡ്. മറ്റൊരു പേരെന്താ? ഫാരിഞ്ചൽ ടോൺസിലാണോ? ഫാരിങ്സിൽ റൂഫിൽ കാണപ്പെടുന്ന ടോൺസിലായ അഡിനോഡിന് എന്താ? ഫാരിഞ്ചിൽ അല്ലെങ്കിൽ ലഷ്ക ടോൺസിൽ. ലഷ്ക, മറക്കരുത്. ക്ലിയർ? ഫസ്റ്റ് കിട്ടിയല്ലോ. ഫാരിങ്സിന്റെ റൂഫ് ആരാ? ഫാരിങ്സിന്റെ റൂഫിൽ ഏറ്റവും മുകളിൽ ആരാ? അഡിനോഡ് അല്ലെങ്കിൽ ഫാരിഞ്ചിലേക്ക് ലഷ്ക എന്ന് വിളിക്കാൻ മറക്കരുത്. ഫസ്റ്റ് സിമ്പിൾ കാര്യം. ദ ട്യൂബുലർ. സെക്കൻഡ് ടൈപ്പ് ഈസ് ദ ട്യൂബുലർ. എത്ര ഉണ്ട്? ഫാരിങ്സിന്റെ റൂഫ് കണ്ടതാണ്. എത്രയുണ്ട്? 1, 2 ഫാരിങ്സിന്റെ റൂഫിൽ രണ്ടല്ലേ ഞാൻ പറഞ്ഞു. സെൻട്രലാണോ സൈഡിലാണോ? ഫാരിങ്സിന്റെ സെൻട്രലാണോ സൈഡിലാണോ? സൈഡ് ഫത്തല്ലേ? എന്നതാ? ട്യൂബുലാ. 2 മറക്കരുത്. ട്യൂബുലർ സൈഡ് ഫത്തട്ടോ, മറക്കരുത്. ആൻഡ് തേർഡ് ഈസ് എന്താ? ദ പാലറ്റീൻ അല്ലെങ്കിൽ ദ ഫൗഷ്. എന്തായിരിക്കും? എന്താണ് പാലറ്റീൻ? എത്ര ഉണ്ട്? എവിടെ കാണും? ഓരോ ഫാരിങ്സിലാണോ? ശരിയാണ്. ടെസി, ശ്രീലക്ഷ്മി, അനുഷ്ക, ആതിര, അഞ്ജു, വേറെ ആതിര, പൂജ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഓരോ ഫാരിങ്സിന്റെ 2 സൈഡിലുമായിട്ട് കാണപ്പെടുന്ന, എന്ത് വിളിക്കാം? മഹിത പറഞ്ഞപ്പോൾ തന്നെ ഓരോ ഫാരിങ്സിന്റെ 2 സൈഡ് ഭാഗത്ത് കാണപ്പെടുന്ന ടോൺസിലെ പ്രതിഫലം. ഓരോ ഫാരിങ്സിന്റെ 2 സൈഡ് ഭാഗത്തും കാണപ്പെടുന്ന ടോൺസിലെ പ്രതിഫലം. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ ഓരോ ഫാരിങ്സിന്റെ 2 സൈഡ് ഭാഗത്തും കാണപ്പെടുന്ന ടോൺസ് പാലറ്റീൻ. അപ്പർ ആണോ ലോവർ ആണോ? ഓരോ ഫാരിങ്സ് പറയുമ്പോൾ അപ്പർ ആണോ ലോവർ ആണോ? പറഞ്ഞേ. ലോവർ അല്ലേ? ഇത് ഓരോ ഫാരിങ്സ് ആണോ? ഓരോ ഫാരിങ്സ് ആണോ? യെസ്, ഓരോ ഫാരിങ്സ് അല്ലേ? ഓരോ ഫാരിങ്സിന്റെ 2 സൈഡ് എന്താ എടുക്കുകയും പാറ്റേൺ. യെസ്. ആൻഡ് ഫോർത്ത് ദ ലിംഗ്വൽ ടോൺസസ്. ഫോർത്ത് ലിംഗ്വൽ ടോൺസ്. എത്രയുണ്ട്? ഫോർത്ത് ഈസ് ദ ലിംഗ്വൽ. എത്രയുണ്ട്?
പേര് അറിയില്ല. ലിംഗ് എത്രയുണ്ട്? ലിംഗ് ഒരെണ്ണം. ഓക്കേടെ, ഓക്കേടെ. ലിംഗ് ഒരെണ്ണം അല്ലേ? ലിംഗ് ഒരെണ്ണം അല്ലേ? ലിംഗ് ഒരെണ്ണം അല്ലേ? ആണല്ലേ? ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം. ആ പറഞ്ഞു. ഫസ്റ്റ് 50 കിട്ടിയായിരുന്നു. ആ ഇല്ല, ആ 50 കിട്ടിയത്. 50 അതിൽ കുറെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതൊരു തപ്പിയുണ്ട്. അത് കോഴിക്കോട് ശരി. വേറെ കോഴിക്കോടൊക്കെ വരെ വരെ വരെ. ഇത് പെട്രോളിലാണോ? ഇത് പെട്രോളിലാണോ? ഓക്കെ. ഇപ്പൊ നേരത്തെ വെച്ചല്ലേ ഈ പറഞ്ഞ ട്യൂസ്ഡേ ഇല്ലേ? ട്യൂസ്ഡേ വന്ന് കട്ട് ചെയ്യാം. ട്യൂസ്ഡേ വന്ന് കട്ട് ചെയ്യാം. അയക്കണ്ട, അയക്കണ്ട. ഇത് പാഴ്സലൊന്നും അയക്കണ്ട. പാഴ്സൽ അയക്കണ്ട. ഞാൻ വന്ന് കട്ട് ചെയ്യാം. മാഡം ഇത് ഈ പറഞ്ഞ ബീച്ച് സൈഡ് ഹോസ്പിറ്റലില്ലേ? ഇത് ബീച്ച് സൈഡ് ഹോസ്പിറ്റലില്ലേ? ഇത് കോഴിക്കോട് ബീച്ച് സൈഡ് ഹോസ്പിറ്റൽ മാഡം. ശരി ശരി ശരി. ഓക്കെ. ടുമോറോ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. യെസ് 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 യെസ്. സോ ഇന്ത്യയിലേക്ക് എത്രയുണ്ട്? ദ ലിംഗ്വൽ എത്രയുണ്ട്? ദ ലിംഗ്വൽ എത്രയുണ്ട്? ലിംഗ്വൽ, ദ ലിംഗ്വൽ എത്രയുണ്ട്? ഒന്ന്, ഒന്ന്, ഒന്ന്. ആൻഡ് ദ പാലറ്റിനോ? പാലറ്റിൻ രണ്ട്, രണ്ട്. ആണ് ട്യൂബുലാറോ? രണ്ട്, രണ്ട്. അതിനോടോ? ഒന്നല്ലേ? അതിനോടോ? ഓ ദ ഫെറഞ്ചിയലോ? ആഡിനോഡ് അല്ലെങ്കിൽ ഫാരഞ്ച് ഒന്നല്ലേ? ക്ലിയർ? 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 ഇത്ര ക്ലിയർ? ഇത്രയും ക്ലിയർ? യെസ്. ചോദ്യം മറ്റേ ദ ടങ്ങിന്റെ ദ ബാക്ക് കാണുന്നതാ? ദ ടങ്ങിന്റെ ബാക്ക് ഭാഗത്ത് കാണുന്നതാ? ദ ടങ്ങിന്റെ ഏറ്റവും പുറകിലായിട്ടുള്ള ലിംഗുവല്ലേ? ദ ടങ്ങിന്റെ ഏറ്റവും പുറകത്തെ ലിംഗുവലാണ്. ദ ടങ്ങിന്റെ ഏറ്റവും പുറകത്തെ ലിംഗുവലാണ്. ടോട്ടൽ 6 ഉണ്ടല്ലേ? 6 ടോൺസ് ഏതൊക്കെയാ? ഫാരഞ്ചൽ, അഡ്നോഡ്, ട്യൂബുല, പാറ്റേൺ അല്ലേ? ലിംഗു മറക്കരുത്. ലിംഗു എത്രയുണ്ട്? ലിംഗു എത്രയുണ്ട്? ഒന്നല്ലേ? ലിംഗു എത്രയുണ്ട്? ലിംഗിൽ ഒരെണ്ണം. ട്യൂബുലാറോ? ട്യൂബുലാറോ? രണ്ട്, രണ്ട്, രണ്ട്. അഡിനോടോ? അഡിനോടോ? അഡിനോടുണ്ട്, അഡിനോട്. അഡിനോട് ലക്ഷ ഒന്ന്, ഒന്ന്. ക്ലിയർ? ക്ലിയർ? 6 ടോൺസിൽ മൊത്തം ക്ലിയർ. 6 ടോൺസിൽ മൊത്തം ക്ലിയർ ആയോ? 6 ടോൺസ് ഒന്നും. യെസ്. ക്ലിയർ? യെസ്. ഒരു
കറണ്ട് പോയിട്ടോ, കറണ്ട് പോയി. അടുത്ത ക്ലാസ് രാവിലെ, അടുത്ത ക്ലാസ് രാവിലെ കിട്ടെ, രാവിലെ കിട്ടെ, രാവിലെ രാവിലെ കിട്ടെ. കറണ്ട് പോയി, നല്ല മഴയാ, നല്ല മഴ, കറണ്ട് പോയി, നല്ല മഴ, കറണ്ട് വെക്കട്ടെ, കേട്ടെ, നല്ല മഴ, കറണ്ട് പോയി, കറണ്ട് ഇടയ്ക്ക് പോവുകയാണ്. കേട്ടെ, സമയം 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 പറഞ്ഞാൽ മതി. 7 7 7 റെയിനാ, മഴ, കാറ്റ് മഴ. 7 വെക്കട്ടെ, ഏം 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 വെക്കട്ടെ, 7 വെക്കട്ടെ. മഴ, കാറ്റ്, കൊടുക്കാറ്റ്, മഴ. ഞാൻ വെച്ച റോസാപ്പൂല്ല പോയിട്ടോ, ഞാൻ വെച്ച റോസാപ്പൂല്ല, എല്ലാം പോയി. ഞാൻ അത് കേട്ട പോവാതാ, റോസാപ്പൂ എല്ലാം പോയിട്ടോ. നോക്കട്ടെ, രാവിലെ പറ്റി വെക്കട്ടെ, രാവിലെ പറ്റേക്ക് വരും കേട്ടോ, രാവിലെ പറ്റുമെങ്കിൽ വരും. ഓക്കെ, 7 PM രാവിലെ പറ്റുമെങ്കിൽ വരും. വിഷമം, ഞാൻ വെച്ച റോസാപ്പൂല്ലേ, എല്ലാം പോയി. കഷ്ടപ്പെട്ടു, ആർക്ക് കൊടുക്കാച്ച, ആരും ഇല്ല. ബാക്കി വേണ്ടേ, ബാക്കി വേണ്ടേ, ഇല്ലേ, ടോൺസസ് ബാക്കി വേണ്ടേ, ബാക്കി, കണ്ടിന്യൂഷൻ ബാക്കി കേട്ടോ, കണ്ടിന്യൂഷൻ ബാക്കി കേട്ടോ, കണ്ടിന്യൂഷൻ ടുമോറോ കേട്ടോ, ടുമോറോ മോർണിംഗ് കേട്ടോ. ഡേറ്റ് ടൈം ബാക്കി പറയാം കേട്ടോ, ഡേറ്റ് ടൈം ബാക്കി വെക്കും, ലിങ്ക് ഗ്രൂപ്പിൽ കേട്ടോ, ഡേറ്റ് ടൈം ബാക്കി വെക്കും, ലിങ്ക് ഗ്രൂപ്പിൽ വരും. ഓക്കെ, 8 മണി തുടങ്ങിയത് കേട്ടോ. ഓക്കെ, സോ സീ യു ടുമോറോ.